everyone, Assalamu alaikum and welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ നോർമൽ ഫ്രൈ ചെയ്യുന്ന ആ ഒരു റെഡ് കളറിലല്ല ഞാൻ ഇവിടെ ചെയ്യുന്നത്, വേറൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ പച്ചവെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിത് പോരാ, ഇനിയും നല്ലോണം ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് അളവൊന്നുമില്ല, കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകി വെച്ചേക്കണ കോളിഫ്ലവർ നമുക്ക് ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പച്ചവെള്ളം യൂസ് ചെയ്ത് കഴുകിയാലും അതിൽ ചിലപ്പോൾ നമ്മൾ കാണാണ്ട് പോണ ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി ക്ലീൻ ആകാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിലും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് വെക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരും. ഈ തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5-6 അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 10 മിനിറ്റ് ആ വെള്ളത്തിൽ അങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്കിത് വീണ്ടും ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാനിതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഞാനിങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ചേർക്കണത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, ഒരു മുട്ട ചേർക്കണം. പിന്നെ ഞാനിതിൽ ആഡ് ചെയ്തേക്കണ ഇൻഗ്രീഡിയൻറ്റ് കോൺഫ്ലവർ ആണ്. ഞാനിവിടെ 1 കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഫസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു 5-6-7 മിനിറ്റ് ഞാനിതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് ഊറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ആ ക്ലീൻ ചെയ്ത് വെച്ചേക്കണ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. കോളിഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പയ്യെ മിക്സ് ചെയ്യണം. കോളിഫ്ലവർ നമ്മൾ ആ ചൂടുവെള്ളത്തിൽ ഇട്ടുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല സ്ലോവിൽ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അരിപ്പൊടി. ഞാനിവിടെ ഒരു 3.5 ടീസ്പൂൺ അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കണത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടാണ് കോളിഫ്ലവർ ഇരിക്കുന്നത്. അതുകൊണ്ട് പതുക്കെ നല്ല ടൈം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടാവണ ആ ഒരു ടൈമിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ ആ ഒരു കോളിഫ്ലവർ ഇല്ലേ, അതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ആ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. കോളിഫ്ലവർ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ കട്ട കൂടി ഇട്ട് കൊടുക്കരുത്. കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം നമുക്ക് ഒട്ടിപ്പിടിച്ച പോലെയൊക്കെ തോന്നും, അത് കുഴപ്പമില്ല. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് എല്ലാനും വേറെ ആയിട്ട് കിട്ടും. കണ്ടില്ലേ? ഇപ്പം നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ഒന്ന് നല്ലോണം മറിച്ചിട്ട് വേവിച്ചെടുക്കണം.
ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ മറിച്ചിടുമ്പോൾ ഫുള്ളായിട്ടൊരു കട്ട പോലെ ആയിരിക്കും ഇരിക്കുക. എന്നിട്ട് രണ്ട് സൈഡും ഏകദേശം ഒന്ന് കുക്കായി വരുമ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കണ പോലെ ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാനും വേറെ വേറെ ആയിട്ട് കിട്ടും. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ഇട്ടപ്പോൾ എല്ലാം ഒട്ടിപ്പിടിച്ച പോലെയാണ് ഇരുന്നിരുന്നത്. ഇപ്പം എല്ലാം വേറെ വേറെ ആയിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങടും ഇങ്ങടും തിരിച്ചും മറിച്ചും ഇടണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം നമുക്ക് ബ്രൗൺ കളറായി കിട്ടുള്ളൂ. കണ്ടില്ലേ, ഇപ്പം ഈ ഒരു പരുവാകുമ്പോൾ നമുക്കതിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. കണ്ട, ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കണ്ട, ഇപ്പോൾ ഒന്നും അങ്ങടും ഇങ്ങടും ഒട്ടിപ്പിടിച്ചിട്ടുമില്ല, എല്ലാനും നല്ല വേറെ വേറെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിത് കോരി പാത്രത്തിലിടാം. അപ്പോൾ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ഓയിലൊക്കെ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ആ ടിഷ്യൂവിൽ പിടിച്ചോളും. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ കോരി മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഇവിടെ അടുത്ത ഒരു ഇതിട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, എല്ലാനും നല്ല വേറെ വേറെ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട, ഇപ്പോൾ ഫുള്ളായിട്ടും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മേലോട്ട് ഒരു നുള്ള് ഉപ്പ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പം നോർമലായിട്ട് നമുക്ക് ഷോപ്പിൽ നിന്നെല്ലാം കിട്ടുന്നത് ഒരു റെഡ് കളറിലുള്ള കോളിഫ്ലവർ ആയിരിക്കും. അപ്പോൾ ഇത് ഞാനൊരു വെറൈറ്റി ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ കാണാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.